ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല പഞ്ഞി പോലെയുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു ചായക്കടിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കയമ്മ അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മസാലയൊക്കെ പുരട്ടി വെക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. ഉള്ളി താളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 വലിപ്പമുള്ള സൈസ് വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാടി വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. അതിലേക്ക് ഞാനൊരു പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് പൊരിച്ച് വെച്ച ചെമ്മീനും ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഞാൻ ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കനായാലും ബീഫായാലും എന്തായാലും ഈ ഫില്ലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നെയ്ച്ചോറിൻ്റെ അരി, കയമ്മ അരി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നമ്മൾ 1 കപ്പ് അരിയാണെങ്കിൽ 1/2 കപ്പ് പാല് ചേർത്ത് നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതേപോലെ തരിയൊന്നുമില്ലാതെ നൈസായിട്ട് അരച്ചെടുക്കുക. വെള്ളം തീരെ ഇതിലേക്ക് ചേർക്കരുത്. പിന്നെ ഞാനിതിനു വേണ്ടി 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ അരച്ച് വെച്ച അരിയുടെ മിക്സ് കുറേശ്ശായിട്ട് ഒഴിച്ച് സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി എടുക്കുന്ന കയമ്മ അരി 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. എന്നിട്ടാണ് നൈസായിട്ട് അരച്ചെടുക്കേണ്ടത്. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത്തിരി നെയ്യ് തടവി കൊടുക്കാം പാത്രത്തിൽ ഫുള്ളായിട്ട്. എന്നിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത മുകളിലായിട്ട് വരുന്ന പത ഇതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാലക്കൂട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വരുന്ന പത വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതുപോലെ 3 പ്രാവശ്യം ഇതുപോലെ ബീറ്റ് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക, മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ ഓരോ ലെയറും വെന്ത് വരുമ്പോൾ ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും അവസാനത്തെ ലെയർ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കുക. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അവസാനത്തെ ലെയറും കൂടെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില കൂടെ വിതറി കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ടോട്ടലി ഒരു 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പലഹാരം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള പഞ്ഞിയപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കേക്ക് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്.
നല്ല നെയ്ച്ചോറിൻ്റെ അരിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള പഞ്ഞപ്പോൾ നിങ്ങൾക്കും തയ്യാറാക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്